സഹസ്രോത്തര ദ്വിശതാബ്ദിയുടെ നിറവിൽ നിൽക്കുന്ന കായംകുളം കാതീശ ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ഓശാന പെരുന്നാൾ ആചരിച്ചു. മാവേലിക്കര ഭദ്രാസന മെത്രാപ്പൊലീത്ത എബ്രഹാം മാർ എപ്പിഫാനിയോസ് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. യെരുസലേമിലേക്ക് യേശു കഴുതപ്പുറത്ത് നടത്തിയ മഹനീയ യാത്രയുടെ സ്മരണയിൽ സഹസ്രോത്തര ദ്വിശതാബ്ദിയുടെ നിറവിൽ പ്രശോഭിക്കുന്ന കായംകുളം കാതീശ ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ഓശാന പെരുന്നാൾ ആചരിച്ചു. മാവേലിക്കര ഭദ്രാസന മെത്രാപ്പൊലീത്ത എബ്രഹാം മാർ എപ്പിഫാനിയോസ് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മക്കളെയും നിശേഷം നശിപ്പിക്കുകയും ശേഷിക്കാതിരിക്കുകയും ചെയ്യും എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. രാവിലെ 6:45 ആരംഭിച്ച ചടങ്ങുകൾ വിശുദ്ധ കുർബാനയോടും പ്രദക്ഷിണത്തോടും കൈമത്തോടും ആശീർവാദത്തോടും കൂടിയാണ് അവസാനിച്ചത്. പങ്കെടുത്ത വിശ്വാസികൾക്കെല്ലാം നേർച്ചയും ക്രമീകരിച്ചിരുന്നു. ഓശാന ചടങ്ങുകൾക്ക് വികാരി ഫാദർ കോശി മാത്യു, സഹവികാരിമാരായ ഫാദർ ബിനു ഈശോ, ഫാദർ ഷാമോൽ സന്തോഷ്, കൈസ്ഥാനി PC റോയി, സെക്രട്ടറി രഞ്ജൻ മാത്യു, കത്തീഡ്രൽ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ആത്മീയ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. സങ്കീർത്തനം 118, 25, 26 വാക്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇങ്ങനെ പാടിയത്. ഇസ്രായേൽ ജനത കൂടാര പെരുന്നാളിലെ ആഘോഷങ്ങളിൽ കുരുത്തോലയേന്തി ഘോഷയാത്ര നടത്തിയിരുന്നു. മക്കാബിയർ സിറിയക്കാരെ തോൽപ്പിച്ച് തിരിച്ചെത്തിയപ്പോൾ കുരുത്തോലകളോടെയാണ് ജനങ്ങൾ അവരെ എതിരേറ്റത്. പെസഹ പെരുന്നാളിൽ മശിഹ പ്രത്യക്ഷനാകുമെന്നും ശത്രുക്കളെ പരാജയപ്പെടുത്തി യഹൂദന്മാർക്ക് സ്വാതന്ത്ര്യം നൽകുമെന്നും രാജ്യം സ്ഥാപിക്കണമെന്നും ആയിരുന്നു യഹൂദന്മാരുടെ പ്രതീക്ഷ. ഈ പശ്ചാത്തലത്തിലാണ് ജനങ്ങൾ കുരുത്തോലകളുമായി യേശു തമ്പുരാനെ സ്വീകരിച്ചത്. കർത്താവിന്റെ സിംഹാസനാരോഹണത്തിനായി യെരുശലേമിലേക്കുള്ള പ്രവേശനത്തിന്റെ ദിനമാണ് ഹോശന്ന ഞായർ. തന്റെ സിംഹാസനം കുരിശാണ്, കിരീടം മുൾക്കുരിശാണ്. രാജവസ്ത്രം പരിഹാസ സൂചകമായി തന്നെ അണിയിച്ച ചുവന്ന കുപ്പായം, രാജതന്ന് തന്റെ കയ്യിൽ കൊടുത്ത കോല്. ഇതിലൂടെയും വേദനയും കഷ്ടതയും പരിഹാസവും ഒറ്റപ്പെട്ട
ഒറ്റപ്പെടുത്തലും അനുഭവിച്ചിരുന്ന ദൈവജനവുമായി താൻ ഏകീഭവിച്ചു. കഷ്ടപ്പെടുന്ന യഹോവയുടെ ദാസനായി യെശയ്യാവ് നൽകുന്ന മിശിഹായുടെ ചിത്രത്തിന് അനുസൃതമായി യേശു കാണപ്പെട്ടു. CDNet News, കായംകുളം.